ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭാഷാഭേദങ്ങളും പ്രാദേശിക പാഠങ്ങളും ഇത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ 4ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ ആദ്യം തന്നെ പ്രൈമറി ക്ലാസ്സുകളിലെ ഭാഷാ പഠനം എത്തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SCERT 2013 പ്രകാരം കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. നമുക്കറിയാം, പ്രൈമറി ക്ലാസ്സുകളിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഭാഷയോട് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഭാഷയുടെ സൗന്ദര്യവും ഓജസ്സും തിരിച്ചറിയാനുള്ള അവസരം നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് കൊടുക്കണം. ആ സൗന്ദര്യവും ഓജസ്സും തിരിച്ചറിഞ്ഞ അവർക്ക് സ്വതന്ത്രമായ ആവിഷ്കാരത്തിനുള്ള അവസരവും നമ്മൾ പഠനമുറികളിൽ ഒരുക്കേണ്ടതുണ്ട്. അവരുടെ സ്വതന്ത്ര ആവിഷ്കാരങ്ങൾ ചെറിയ തെറ്റിലൂടെ പല ശരികളിലേക്ക് എത്തുന്നതിലൂടെ മാത്രമേ ഭാഷ അവരിൽ വികസിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഭാഷയുടെ സൗന്ദര്യ ഓജസ്സും തിരിച്ചറിയാനുള്ള അവസരം വേണമെന്ന് പറഞ്ഞു, സ്വതന്ത്ര ആവിഷ്കാരങ്ങൾക്കുള്ള അവസരം വേണമെന്ന് പറഞ്ഞു. അടുത്തതാണ്, അച്ചടി സാമഗ്രികൾ കൊണ്ട് സമ്പന്നമായ ഒരു അന്തരീക്ഷം അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്തെല്ലാം അച്ചടി സാമഗ്രികൾ ഇന്ന് വിപണിയിലുണ്ട്. വർത്തമാന പത്രങ്ങൾ, ബാലമാസികകൾ, വാരികകൾ, നിരവധി സാഹിത്യകൃതികൾ, ഇത്തരത്തിലുള്ള അച്ചടി സാമഗ്രികളെല്ലാം നമ്മൾ അവർക്ക് മുന്നിലേക്ക് എത്തിക്കണം. ആ അച്ചടി സാമഗ്രികളിലൂടെ അവർ നിരവധി ലളിതമായ ഭാഷാ വ്യവഹാര രൂപങ്ങൾ പരിചയപ്പെടും. ഏതെല്ലാമാണ് ഭാഷാ വ്യവഹാര രൂപങ്ങൾ? കഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ, ചിത്രകഥകൾ, ഇവയെല്ലാം അതിൽ പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ഭാഷാ വ്യവഹാര രൂപങ്ങൾ പരിചയപ്പെടുന്നതിലൂടെ അവരിലും രചനകൾ നടത്താനുള്ളൊരു താല്പര്യം വളരാൻ ചാൻസ് ഉണ്ട്. അതായത് അതിനുശേഷം അവർക്ക് സർഗാത്മക രചനകൾ നടത്താനുള്ള അവസരവും ലഭിക്കേണ്ടതായിട്ടുണ്ട്. വ്യവഹാര രൂപങ്ങൾ പരിചയപ്പെട്ട് അതിൻ്റെ ഘടനയും ആസ്വാദനവും എല്ലാം കഴിഞ്ഞാൽ അവർക്ക് സ്വയം സർഗാത്മക രചനകൾക്കുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇത്തരത്തിലുള്ള രചനകളിലൂടെ അവരിൽ അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ മുതലായവ ഉറയ്ക്കും. അവയെല്ലാം എവിടെയെല്ലാം എങ്ങനെയെല്ലാം ആവശ്യാനുസരണം സൂക്ഷ്മതയോടും കൃത്യതയോടും ഉപയോഗിക്കാനുള്ള ശേഷിയും നൈപുണ്യവും ഈ ഘട്ടത്തിൽ വികസിച്ചു വരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും കാണാതെ പഠിപ്പിക്കണം എന്നുള്ള രീതിയേ അല്ല ഇവിടെ പറയുന്നത്. നിരവധി അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലൂടെ കുട്ടികളിൽ അവയെല്ലാം നേടിയെടുത്ത് വരണം, ആർജിച്ച് വരണം എന്നുള്ള കാര്യമാണ് പ്രൈമറി ക്ലാസ്സുകളിലെ ഭാഷാ പഠനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മുടെ ടീച്ചർ ടെക്സ്റ്റിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹരിശ്രീ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അഗ്ഗിത് നായക എന്ന ഒരു ഹ്രസ്വചിത്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഗ്ഗിത് നായക എന്നതിൻ്റെ അർത്ഥം മാതൃഭാഷ അല്ലെങ്കിൽ മദർ ടങ് എന്നുള്ളതാണ് വരുന്നത്. ഈ ഹ്രസ്വചിത്രം യൂട്യൂബിൽ അവൈലബിൾ ആണ്. 2 ഭാഗങ്ങളായിട്ടാണുള്ളത്. അഗ്ഗിത് നായക 1, അഗ്ഗിത് നായക 2. ഏറ്റവും ഉചിതം യൂട്യൂബിൽ വീഡിയോ ഡയറക്റ്റ് കാണുക എന്നുള്ളതാണ്. അങ്ങനെ കാണേണ്ടവർക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് അതിലെ കണ്ടൻറ് എന്താണെന്ന് പറഞ്ഞു തരാം. പാലക്കാട് ജില്ലയിലെ ഈ ആദിവാസി വിദ്യാർത്ഥികളെയും അവരുടെ അന്തരീക്ഷത്തിൽ ഒരു വിദ്യാലയവും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഹ്രസ്വചിത്രമാണിത്. ഹ്രസ്വചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വിദ്യാലയത്തിലെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിൽ തമിഴ് മാതൃഭാഷയായി വരുന്നവരും മലയാളം മാതൃഭാഷയായി വരുന്നവരും വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ ആദിവാസി വിഭാഗത്തിലെ ഇരുളർ എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ള കുറച്ച് കുട്ടികളെയെല്ലാം തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ കുട്ടികളുടെ സംസാരം മലയാളം, അതായത് ഫുള്ളി മലയാളം അല്ല, പക്ഷെ മലയാളം കലർന്ന മറ്റൊരു ഭാഷയാണ് നമുക്കതിൽ കേൾക്കാൻ കഴിയുക. പക്ഷേ സ്കൂളിൽ അധ്യാപകരെല്ലാം സാധാരണ രീതിയിൽ മലയാളം ആണ് സംസാരിക്കുന്നത്. ആ മൂവിയിൽ വരുന്ന 2 സന്ദർഭങ്ങളാണ്. ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ടീച്ചർ കുളം കര കളിപ്പിക്കും കുട്ടികളെ കൊണ്ട്. അപ്പം കുളം എന്ന് പറഞ്ഞാൽ അകത്തേക്കും കര എന്ന് പറഞ്ഞാൽ പുറത്തേക്കും ചാടാനാണ്. പക്ഷേ കുട്ടികൾ കര എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് തന്നെയാണ് ചാടുന്നത്. അപ്പോൾ ടീച്ചർ കുറേ പ്രാവശ്യം കറക്റ്റ് ചെയ്തിട്ടും അത് ശരിയാതെ വന്നിട്ട്
ടീച്ചർ കളി നിർത്തി പോവുകയാണ്. കാരണം കരാന്ന് പറഞ്ഞാൽ പുറത്താണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കേൾക്കുന്നില്ല. അവർ വീണ്ടും തെറ്റിച്ചിട്ട് ഉള്ളിലോട്ട് തന്നെയാണ് ചാടുന്നത്. അടുത്തത് അതിൽ വരുന്നൊരു സന്ദർഭമാണ് കുട്ടികളോട് നമുക്ക് പുറത്തു പോയി വട്ടത്തിലിരുന്ന് കളിക്കാം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ വട്ടത്തിലിരുന്ന് പഠിക്കാം എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാവരും പുറത്തോട്ട് പോകുമ്പോൾ പ്ലേറ്റും എടുത്ത് പുറത്തോട്ട് ഓടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ടീച്ചർ വീണ്ടും പറയും നമുക്ക് പുറത്ത് വട്ടത്തിലിരുന്ന് കളിക്കാം, പ്ലേറ്റ് എടുക്കണ്ട പറയുമ്പോഴും കുട്ടികൾ വീണ്ടും പ്ലേറ്റ് എടുത്ത് ഓടുന്ന ഒരു അവസരമാണ് അടുത്തത് കാണുന്നത്. അതിനുശേഷം വരുന്ന മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും കപ്പ പാത്രത്തിലാക്കി കൊണ്ടുവരാൻ പറയും. പക്ഷെ അതിൽ ഒരു കുട്ടി മാത്രം ടിഫിനിൽ കപ്പയ്ക്ക് പകരം തവളയാക്കി കൊണ്ടുവരും. ഈ സമയത്ത് ടീച്ചർ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ നമ്മുടെ ഈ പൂള അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കുട്ടി എന്താണ് തവളേനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ചൂടാവുകയാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾക്ക് ശേഷം ഈ സിനിമ വെള്ളി എന്ന് പറയുന്ന ഒരു കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ കുട്ടിയും ആ കുട്ടിയുടെ ടീച്ചറും ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് ലോങ് ആബ്സെൻ്റ് കാരണം ഒഴിവാക്കുന്നുണ്ട്. കാരണം ആ കുട്ടിയുടെ അച്ഛൻ ആരാന്നറിയില്ല. അതുകൊണ്ട് അച്ഛൻ ആരാന്ന് അറിഞ്ഞിട്ട് വന്നാൽ മതി, അച്ഛൻ്റെ പേര് ചോദിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ പിന്നീടാണ് ആ സ്കൂളുകാർ അവരുടെ ടീച്ചറും എല്ലാം അറിയുന്നത് കുട്ടിക്ക് അച്ഛനില്ല, അമ്മയില്ല, അവരുടെ പാട്ടിയാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്ന്. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ അധ്യാപിക അവരെ തിരഞ്ഞ് അവരുടെ ഊരിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റുള്ളതെല്ലാം കണ്ട് മനസ്സിലാക്കി കുറ്റബോധത്തോടെ ടീച്ചർ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അതായത് മലയാളമാണ് ഭാഷ എന്നുണ്ടെങ്കിലും കൂടെ പല വാക്കിനും പ്രാദേശികമായി വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അങ്ങനെ കര എന്ന് പറഞ്ഞാൽ വെള്ളമെന്നും, കപ്പ എന്ന് പറഞ്ഞാൽ തവള എന്നും, വട്ടം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് എന്നും കൂടെ അർത്ഥമുണ്ട് എന്നും ടീച്ചർ മനസ്സിലാക്കുന്ന ആ ഒരു ഭാഗമാണ് സിനിമയുടെ അവസാനത്തിലേക്ക് വരുന്നത്. അതായത് ഒരു വിദ്യാലയത്തിൽ പ്രാദേശികമായ ഭാഷയ്ക്കും കൂടിയുള്ള പരിഗണന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഈ ഹ്രസ്വചിത്രത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പാർട്ടിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ചെറിയ പാർട്ടും കൂടിയുണ്ട്, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരെ താങ്ക് യു.